ഭാരതാംബയ്ക്ക് മുമ്പിൽ പൂവിട്ട് പൂജിക്കുകയും കുമ്പിട്ട് നിൽക്കേണ്ടതുമല്ലേ? അത് ചെയ്യാതിരിക്കുമ്പം യഥാർത്ഥത്തിൽ ഇല്ലാതാവുന്നത് CPIM എന്ന് പറയുന്ന പാർട്ടിയല്ലേ? ആ പാർട്ടിയോട് ജനങ്ങൾക്കുള്ളൊരു അവമതിപ്പ് വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? ഭാരതാംബ എന്ന് പറഞ്ഞാൽ ആരുടെ ഭാരതാംബയാണ്? ഇന്ത്യയുടെ ഭാരതാംബ, ഇന്ത്യക്കാരുടെ ഭാരതാംബ. ഈ ഇന്ത്യക്കാരുടെ ഭാരതാംബയെ നാളെ ഗൗതം രാവിലെ ഒരു പടം വരച്ചു വെച്ചിട്ട് എന്നോട് വന്ന് പറയാണ്, നിങ്ങളിത് എൻ്റെ ഭാരതാംബയാണ്, നിങ്ങൾ പൂജിക്കണമെന്ന് പറഞ്ഞാൽ എന്തില്ല, സൗകര്യമില്ല. അത്രേ ഉള്ള കാര്യം, വളരെ ലളിതമാണ്. നിങ്ങൾ ഞാൻ വരച്ചു വെച്ച ഭാരതാംബ ഏതാണ് പ്രശ്നം? അല്ലാതെ എന്താ, മറ്റേ ധ്വജവും മറ്റേ ഈ പറയുന്ന നിങ്ങളുടെ കൊടിയും ഒക്കെയുള്ള ഭാരതാംബ വിളിച്ചു വെച്ചിട്ട് അത് വന്ന് എല്ലാവരും അങ്ങോട്ട് പൂജിച്ചോളണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തില്ല, അത്ര വലിയ, അതായത് അങ്ങ് ഭാരതാംബയെ അവഹേളിക്കുകയാണ്. ഇത് നിങ്ങളുടെ നറേറ്റീവാണ്. ഞങ്ങള് ഭാരതത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ ഭാരതാംബയെ നമിക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളോ അല്ലെങ്കിൽ RSSO വരക്കുന്ന ഒരു ഭാരതാംബക്ക് P പ്രസാദ് വന്ന് പുഷ്പവൃഷ്ടി നടത്തണം എന്ന് ശഠിക്കുന്നത് ഈ രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല. കാരണം ഇന്ത്യ അങ്ങനെ ഒരു ഏകാധിപത്യത്തിലേക്കൊന്നും മാറിയിട്ടില്ല. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രവും ആയിട്ടില്ല. പക്ഷെ ഇതിന്റെ പുറത്ത് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന നരേറ്റീവ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം ഇതാണ്. ആ ആവശ്യം എന്ന് പറയുന്നത് ഭാരതാംബയും രാജ്യത്തോടും സ്നേഹമില്ലാത്തവരാണ് എന്ന് എന്ത് ചെയ്യുക പറയുക. വസ്തുതകളായി കാണാൻ നമ്മൾ ഇനിയെങ്കിലും പഠിക്കണം. ഗവർണറുടെ അടുത്തൊരു ഭാരതാംബ, ഈ ഭാരതാംബ ആര് വരച്ചതെന്ന് പറയാൻ പറ്റുമോ? ആരാ വരച്ചത്? ആരാ വരച്ചതെന്ന് ആർക്കും അറിയില്ല. ഇവിടെ ഭാരതാംബ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് 1800-കൾ മുതൽ നിരവധി വർഷങ്ങളിൽ പലരും വരയ്ക്കുകയും പലരും കഥകൾ നാടകങ്ങളാവുകയും നോവലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഭാരതാംബയൊന്നും ആരും നിന്ദിക്കുന്നില്ല, എല്ലാവരും തന്നെ അംഗീകരിക്കുന്നു. പക്ഷെ കയ്യിൽ ഈ പറയുന്ന പോലെ RSSന്റെ ചിഹ്നത്തെ സൂചിപ്പിക്കുന്ന കൊടിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നരേറ്റീവ് എന്ന് പറയുന്നത് പണ്ട് ഇന്ദിരാഗാന്ധി, അതായത് അങ്ങേക്ക് RSSനോട് പുച്ഛമാണ്. എനിക്ക് RSSനോട് പുച്ഛമല്ല, RSS ഈ നടത്തുന്ന പരിപാടിയോട് എനിക്ക് പുച്ഛമാണ്. കാരണം എന്താ വെച്ചാൽ RSS ഈ നടത്തുന്ന പരിപാടിയോട്, ഈ RSSനോട് പുച്ഛമുണ്ടെന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, RSS നടത്തി ഈ പരിപാടിയോട് പുച്ഛമാണ്. അതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഭരണഘടനാനുസൃതമായ ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്കൊരു പദവി കിട്ടുന്നു. ആ പദവിയെ നിങ്ങൾ നിങ്ങളുടെ ആശയ പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യരുത്. ആ ചെയ്യുന്നതിനോട് എനിക്ക് പുച്ഛമാണ്. ഒന്ന്. രണ്ടാമത്തത്, ഇതൊരു ലാർജർ ഈ പറഞ്ഞ പോലെ എന്താണ് പദ്ധതിയാണ്. പദ്ധതിയുടെ മുഴുവൻ കാര്യം പറഞ്ഞില്ല. ആ ലാർജർ പദ്ധതി എന്ന് വെച്ചാൽ ഇന്ത്യയാണ് ഇന്ദിരയെന്നും ഇന്ദിര ഈസ് ഇന്ത്യ എന്നും പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറഞ്ഞ കോൺഗ്രസ് അടക്കം മുദ്രാവാക്യം. അതേപോലെ തന്നെ ഇപ്പോ RSS പറയുന്ന ഭാരതാംബയാണ് ഇന്ത്യയുടെ ഭാരതാംബ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിനെ വന്ന് പൂവിട്ട് പൂജിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലുതായിട്ടും എന്ത് ചെയ്യൂല, ഞങ്ങൾക്കൊന്നും സൗകര്യപ്പെടില്ല. അത്രേ ഉള്ളൂ. മനസ്സിലായ? നിങ്ങളുടെ മറ്റേ കൊടി പിടിച്ച് വെക്കുന്ന ഭാരതാംബയെ ഇവിടെ വന്ന് എല്ലാവരും പൂജിച്ചോട്ടെ എന്നൊക്കെ പറയുന്നത് വെറും വിവരക്കേടാണ്. അതൊക്കെ എല്ലാവരും ചെയ്യുന്ന പണിയാണ്. ഈ പണി ഈ പറയുന്ന ഇരവാദം ഉയർത്തുകയാണ്. ഇത് മതത്തിൻ്റെയും അതുപോലെ ഇന്ത്യയുടെ പേരിലുമൊക്കെ ഇരവാദം ഉയർത്തുകയാണ്. അതൊന്നും എന്ത് ചെയ്യുന്നൊരു കാര്യമല്ല. മനസ്സിലായ? പണ്ട് ഇതൊക്കെ പല രാഷ്ട്രീയക്കാരും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ KT ജലീലിന്റെ അടുത്ത് ബൈബിള് കൊണ്ടുവന്നു, ബൈബിളിനകത്ത് മറ്റേ സ്വർണം വെച്ചിരുന്നു എന്നൊരു ആരോപണം വന്നപ്പോൾ KT ജലീൽ പിറ്റേ ദിവസം വന്ന് പത്രസമ്മേളനം നടത്തുന്നത് ബൈബിൾ എന്താ അത്ര മോശപ്പെട്ട ഖുറാൻ എന്താ അത്ര മോശപ്പെട്ട ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഖുറാനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ഖുറാന്റെ അകത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഖുറാൻ ഇവിടെ കിട്ടാത്ത, ഇവിടെ ഖുറാൻ ആവശ്യത്തിലധികം കിട്ടും, പക്ഷെ ഇവിടെ കിട്ടാത്ത ഖുറാൻ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതിനെയാണ് ആളുകൾ ചോദ്യം ചെയ്തത്. അതിനകത്ത് സ്വർണം വെച്ചിട്ടുണ്ടാകുമോ എന്നാണ് സംശയിച്ചത്, അല്ലാതെ ബുക്ക് മോശമാണെന്ന് ആരും പറഞ്ഞില്ല. ഇവിടെയും പ്രിയപ്പെട്ട സുഹൃത്തെ, ഇവിടെ ഒരു കാരണവശാലും ഒരു ഭാരതാംബയെ വന്ദിക്കാൻ പറ്റില്ലെന്നോ അവരെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും കുഴപ്പമുണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ RSS 2002 മാത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന പതാക മുഴുവൻ സമയവും കയറ്റാൻ തീരുമാനിച്ച RSS പറയുന്ന തിട്ടൂരവും അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഫോട്ടോയും വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പൂജിച്ചോളാം, ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ വരക്കുന്നതുമാണ് ഭാരതാംബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തില്ല, സൗകര്യമില്ല. അത്ര കൃത്യമായി. അതായത് അങ്ങ് പറയുന്നത് അവർ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങളില്ല, കോൺഗ്രസ്സുകാരില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊന്നുമില്ല, വൈരാഗ്യം നിറഞ്ഞൊരു രാഷ്ട്രീയമാണ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായി നാളെ ഞാൻ നിങ്ങളോട് ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരാം. ഞാനൊന്ന് പറഞ്ഞു, താങ്കൾ എന്നെ പറയാൻ പൂർത്തീകരിക്കണം. ഈ പറയുന്ന ഭാരതാംബയിൽ ഇത്തരം ആളുകളൊന്നും ഉൾപ്പെടാത്ത ഭാരതാംബയാണോ ഇത്? അങ്ങനെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ല. അല്ല, അത്തരം പിന്നെ എന്തിനാണ് വെറുപ്പ്? താങ്കൾ അതിന് വ്യക്തമാക്കണം. എന്തിനാണ് ഇത്രമാത്രം വെറുപ്പുണ്ടാകുന്നത്? വളരെ വ്യക്തമാക്കാം. നാളെ അരിവാൾ ചുറ്റിക്കൽ നക്ഷത്രം കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു ഭാരതാംബയെ CPM വരക്കുന്നു.
CPM-ന്റെ ഗവർണറാണ് എന്ത് ചെയ്യുന്നത്, CPM-ന്റെ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ CPM-ന്റെ മുഖ്യമന്ത്രി പറയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് വന്നിട്ട് വരൂ നമുക്ക് ഭാരതാംബയെ പൂജിക്കാം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് അതിനെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പോകേണ്ട കാര്യം ഇല്ല. ഇനി താങ്കൾ പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് വിചാരിക്കും. ഒരു ഉദാഹരണത്തിന് മുസ്ലിം ലീഗിന്റെ ഒരു ഗവർണറാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ വരുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ ഗവർണർ പറയാണ് വരൂ നമുക്ക് ചന്ദ്രക്കലയുള്ള ഒരു ഭാരതാംബ എന്ത് ചെയ്തിരിക്കുന്നു, വരൂ. എന്നിട്ട് നിങ്ങൾ വിളിക്കുന്നു വരൂ 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 ഗൗതം രതീഷ് ചക്രപാണി കമോൺ വരൂ. എന്നിട്ട് എന്ത് ചെയ്തു, ഗൗതം കൃഷ്ണ വരൂ നമുക്ക് പുഷ്പവൃഷ്ടി നടത്താമെന്ന് പറയുന്നു. അപ്പം നമ്മൾ രണ്ടുപേരും പറയുന്നു പുഷ്പവൃഷ്ടിക്ക് ഞങ്ങളില്ല, ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ പറയാണ് നിങ്ങൾ ഭാരതാംബയെ നിന്ദിക്കുകയാണ്. ഇത് തന്ത്രമാണ്. ഈ തന്ത്രത്തിന്റെ പിന്നിൽ പക്ഷെ വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നതും ഭാരതം എന്ന് പറയുന്നതും ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനും ഞങ്ങൾ വരക്കുന്ന പടങ്ങളാണ് ഇവിടെ ഭാരതാംബയുടെ പടമെന്നും എന്ത് ചെയ്യാനാണ്, വരുത്തി തീർക്കാനാണ്. ML ശർമ്മയടക്കം നിരവധി ആളുകൾ മറ്റു പല രീതികളിലുമുള്ള ഭാരതാംബ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ധ്വജമൊന്നും ഇല്ലാത്ത ഭാരതാംബ വരച്ചിട്ടുണ്ട്. ആ ഭാരതാംബയൊന്നും ഞങ്ങൾ വെക്കൂല, ഞങ്ങളുടെ പരിപാടിക്ക് വെക്കാന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മര്യാദകേടാണ്. ഇപ്പൊ ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ അധികാരമേൽക്കുന്നു. പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് എന്ത് ചെയ്യുന്നു, മറ്റേ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം വരച്ചു വെക്കുന്നു. എന്നിട്ട് പറയുന്നു നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് പുഷ്പവൃഷ്ടി നടത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് സൗകര്യമില്ല. നമുക്ക് അരിവാൾ ചുറ്റി കൂടെ ഇഷ്ടമുണ്ടെന്ന് തന്നെ വിചാരിക്കും. പക്ഷെ എങ്കിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അത്തരമൊരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. പറഞ്ഞത് ക്ലിയർ ആണല്ലോ. നാളെ മുഖ്യമന്ത്രി അങ്ങനെയാണ്. അതായത് ഒരു മതചിഹ്നം ഉപയോഗിക്കുന്നു. മതചിഹ്നമല്ലെന്ന്, ഒരു സംഘടന മതചിഹ്നമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം ഒരു ഫിലോസഫിയും എന്താണ് ഭരണഘടനയിൽ കൊണ്ടുവരേണ്ടതില്ല. നാളെ പിണറായി വിജയൻ പറയാണ് നമ്മൾ ഒരു സർക്കാർ പരിപാടി നടത്തുന്നു. സർക്കാർ പരിപാടിക്ക് വിളക്ക് കത്തിക്കുന്നുണ്ട്, അതും വേണ്ട. സർക്കാർ പരിപാടിക്ക് വിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ പല പരിപാടിക്ക്. വിളക്ക് എന്ന് പറയുന്നതിനോട് ഈ പറയുന്ന പോലെ അത് ശരിക്കും പറയട്ടെ. വിളക്ക് എന്ന് പറയുന്നത് ഇവിടെ വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തിരി തെളിയിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. അതിനെ ഒന്നിന്റെയും സിമ്പലായി ആരും കണ്ടിട്ടില്ല. പക്ഷെ വിളക്കിന്റെ പുറത്ത് നാളെ ഈ പറയുന്ന പോലെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെയോ താമരയോ അല്ലെങ്കിൽ ഈ പറയുന്ന അരിവാൾ ചുറ്റികയോ ചന്ദ്രക്കലയോ ഒക്കെ വെച്ചാൽ അത് കത്തിക്കേണ്ടതില്ല എന്നാണ് അഭിപ്രായം. വിളക്ക് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം സുഹൃത്തിനോട്, അറിയാത്തൊരു കാര്യം പറഞ്ഞില്ല. വിളക്ക് കത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറിയിട്ടുള്ള മന്ത്രിമാരൂടെ ഉണ്ട്. അപ്പൊ അതിനും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. വിളക്ക് എനിക്ക് കത്തിക്കാൻ പറ്റില്ല, എനിക്ക് അതിനോട് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, മനസ്സിലായോ? ഈ ആരിഫ് എന്ന് പറയുന്ന MP വാക്സിൻ എല്ലാവർക്കും കൊടുത്തപ്പോൾ അദ്ദേഹം വാക്സിൻ എടുക്കാൻ വിസമ്മതിച്ചാണ്. കാരണം അദ്ദേഹം വാക്സിനിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ്. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ സ്വാതന്ത്ര്യത്തോട് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങൾ ഭാരതാംബയെ നിന്ദിക്കുകയാണ് എന്നൊക്കെ താങ്കളെ പോലെയുള്ള ആരെങ്കിലും പറഞ്ഞാൽ പോയി പണി നോക്കുന്നു. അല്ല ആര് പറഞ്ഞാലും, താങ്കളല്ല X അല്ല Y അല്ല, ആര് പറഞ്ഞാലും പോയി പണി നോക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യത്തിന് ഇപ്പോഴും ഉത്തരം തന്നില്ല. അതായത് ഈ ചിത്രം ഉൾക്കൊള്ളുന്ന ഭാരതാംബ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാരതാംബ അവര് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മറ്റ് ഇതര മതസ്ഥരെ പൊളിറ്റിക്കൽ ഫിലോസഫി ഒന്നും ഉൾക്കൊള്ളുന്നില്ല. അതിന്റെ ഭാഗം കൂടിയിട്ടാണോ താങ്കൾ എതിർക്കുന്നത്? അതിന്റെ ഭാഗം കൂടിയിട്ടില്ല. പറയട്ടെ അവര് മുസ്ലിംസിനെയോ ക്രിസ്ത്യൻസിനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ ഉൾക്കൊള്ളാതിരിക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് ആകെയുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതിനൊക്കെ മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പം നാളെ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമാണെങ്കിൽ അവർ മുസ്ലിങ്ങളെ മുഴുവൻ എന്ത് ചെയ്യും, ഉൾക്കൊള്ളും. ഇവിടെ കേരളത്തിൽ ഭരണം കിട്ടാൻ ക്രിസ്ത്യൻസിന് ഉൾക്കൊള്ളണമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവർ ക്രിസ്ത്യൻസിന് എന്ത് ചെയ്തു, ഉൾക്കൊണ്ടു. അല്ലാതെ ഗോൾവാൾക്കർ എന്ത് എഴുതി വെച്ചാലും ഇവിടെ പ്രാക്ടിക്കൽ രാഷ്ട്രീയമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, പറ്റുന്നത്. ഇവിടെ അധികാരം വേണം. ഈ അധികാരത്തിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് രാജ്യം എന്ന് പറയുന്നത് ഞങ്ങളുടേതാണെന്നും ഞങ്ങളാണ് രാജ്യം എന്ന് പറയുന്ന ഒരു തിയറി എല്ലാവരും തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് എളുപ്പത്തിലേക്ക് ആളുകളെ ഈ പറയുന്ന പോലെ എന്താണ് ഒരു ഇമോഷണലി ഒരു ദേശസ്നേഹവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അല്ലാത്ത എല്ലാവരും രാജ്യവിരുദ്ധർ, അവരെല്ലാവരും രാജ്യദ്രോഹികൾ എന്ന് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. അത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു സ്ഥാപനത്തിലിരുന്ന് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇതിനെ പ്രതിരോധിക്കുന്നതിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അല്ല, ധാർമ്മികമായി അത് ഭരണഘടനാ വിരുദ്ധമാണ്. മനസ്സിലായോ? ധാർമ്മികമായി. ഇപ്പൊ പണ്ട് ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ് ഈ ചിത്രമേ വെക്കാൻ പാടുള്ളൂ എന്ന് ഒരു സ്ഥലത്തും യാതൊരു തരത്തിലുള്ള ഒരാളും വന്നിട്ടില്ല. ഒരാൾ ഇന്ന് വരെ വന്നിട്ടില്ല. ചട്ടം എങ്ങനെ വരണത് സുഹൃത്തെ? ചട്ടം എങ്ങനെ വരണത്? ഇനി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിങ്ങനെ വെക്കാൻ പാടില്ല എന്നൊരു ചട്ടം ഇല്ലെന്നല്ല പറയണം. ഇത് വെക്കണം എന്നൊരു ചട്ടം ഉണ്ടാ, വെക്കണമെന്നൊരു ചട്ടം ഉണ്ടാ. വെക്കാം
വെക്കണം എന്നൊരു ചട്ടം പറഞ്ഞുതരാം. BR അംബേദ്കർ രാജ്യത്ത് ഒരു ഭരണഘടന എഴുതുമ്പോൾ ഇത് എല്ലാത്തിൻ്റെയും പരിഹാരം എന്നുള്ള നിലക്കല്ല എഴുതിയത്. പകരം ഇത് കുറച്ചുകൂടി ഔചിത്യത്തോടും മര്യാദയോടും കൂടി ഇതൊക്കെ എല്ലാവരും തന്നെ ചെയ്യും എന്ന് വിചാരിച്ചു. പറഞ്ഞേ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുറത്തൊരു ചട്ടമുണ്ടോ, അവിടെ മറ്റേ രാവിലെ അരിവാൾ ചുറ്റിക്ക് വരച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാൻ പൂജിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടൊരു ചട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ചട്ടമില്ല. ഇനി പിണറായി വിജയന്റെ ഒരു പ്രതിമ തന്നെ നാളെ അവിടെ സ്ഥാപിച്ചിട്ട് എല്ലാ മന്ത്രിമാരും രാവിലെ അവിടെ ഒന്ന് പൂജിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞാലും അതിനെതിരായിട്ടൊരു ചട്ടവും ഇന്ത്യയിൽ നിലവിലില്ല. പക്ഷേ അത്തരം മര്യാദകളൊന്നും ആരും ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടായത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പറഞ്ഞിട്ടെ, ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുമ്പോൾ BR അംബേദ്കർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ആ ചോദ്യം, ഒരു അധികാരവുമില്ലാത്ത ഒരു ഗവർണർ പോസ്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടാകുമോ എന്ന് സംശയിച്ചുകൊണ്ടാണ് BR അംബേദ്കർ ഭരണഘടന എഴുതിയത്. ആ BR അംബേദ്കർ ഭരണഘടന എഴുതിയപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ലുകൾ ഗവർണർക്ക് ഒപ്പിടാം എന്ന് പറയുമ്പോൾ അതിനൊരു സമയപരിധി തീരുമാനിച്ചിരുന്നില്ല. കാരണം ഒരു മര്യാദയുള്ള ഒരു ഗവർണറും ബില്ല് ഒപ്പിടാതിരിക്കും എന്ന് വിചാരിച്ചില്ല. പക്ഷെ 3 കൊല്ലത്തോളം ഒരു ഗവർണർക്ക് ഒരു ഗവൺമെന്റിന് 5 കൊല്ലം മാത്രം അധികാരമുള്ളപ്പോൾ അതിൽ 3 കൊല്ലത്തോളം പോലും ഈ പറയുന്ന പോലെ ബില്ലുകൾ ഒപ്പിടാതിരുന്നു. NK പ്രേമേന്ദ്ര പറയുന്ന അദ്ദേഹം ഈ പറയുന്ന പോലെ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ 15 കൊല്ലത്തോളം ബില്ലുകൾ ഒപ്പിടാതെ ഇരുന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള മര്യാദകേടുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? 1 മാസം കൂടി വന്നാൽ 3 മാസം അതിനകം എന്ത് ചെയ്യണം? ഒപ്പിട്ടിടണമെന്ന് പറഞ്ഞു. ഇനി നാളെ ഇത് കോടതിയിലേക്ക് പോകുമ്പോൾ ചട്ടവും നിയമവും ഒക്കെ കൃത്യമായി വരും. അല്ലാതെ അതിനു മുമ്പ് ഇങ്ങനൊരു ചട്ടമില്ല, നിയമമില്ല, ഞങ്ങൾക്ക് തോന്നുന്ന ഒരു ഭാരതാംബയെ എന്ത് ചെയ്യാം, വരച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, പി പ്രസാദിനും ചട്ടമില്ല, ഗവർണറുടെ അവിടെ തന്നെ പോയി പരിപാടി നടത്തുന്നു, പുഷ്പാർച്ച നടത്തുന്നു, ചട്ടമൊന്നും പറ്റുന്നില്ല. പി പ്രസാദിനെ മാറ്റി എവിടെ മാറ്റി? അല്ല, പി പ്രസാദ് പരിപാടിക്ക് പങ്കെടുത്തില്ല, അത് പിന്നെ മാറ്റി, അത് പരിപാടി മാറ്റി. പി പ്രസാദിനെ കൃഷ്ണമന്ത്രി സ്ഥാനത്ത് മാറ്റിയോ? പക്ഷെ അല്ല, ഞാൻ പറയട്ടെ, രാജ്ഭവൻ എടുത്ത തീരുമാനം എന്താണ്? ഇനി വരുന്ന എല്ലാ പരിപാടിക്കും വേണ്ട, ഇവര് പോകുന്നില്ല. ഭാരതാംബയെ അല്ല, ഇവര് പോകുന്നില്ല. അല്ല, ഭാരതാംബ ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങ് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറയുന്നത് ശരിയാണ്, അത് സത്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ഭാരതാംബ എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെയൊക്കെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കൾച്ചറിന്റെ ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു സിഗ്നലാണ്, ഒരു സിമ്പലാണ്. അതിന് ഇത്തരത്തിൽ കേവലം ഒരു രാഷ്ട്രീയം മാത്രമായിട്ട് അതിൽ കണ്ടുകൊണ്ട് മാറി നിൽക്കുന്നത് അത് യഥാർത്ഥത്തിൽ അപകടം സൃഷ്ടിക്കുന്നത്. അല്ല, അവിടെ പോയി തൊഴുതുകൊണ്ട് എന്താ സംഭവിക്കുക? അല്ല, അവിടെ പോയിട്ട് വിളക്ക് കത്തിച്ചോളൂ. ഞാൻ പറയട്ടെ, അവിടെ വിളക്ക് കത്തിക്കാതെ മാറി നിൽക്കാനോ? ചോദ്യമാണ്, മാറി നിൽക്കാനോ? ആ ചോദ്യമാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഭരണഘടനാ വിരുദ്ധമായ മര്യാദയില്ലാത്ത ഒരു പ്രവൃത്തി ഒരു ഗവർണർ ഭരണഘടനാ വിരുദ്ധമാണ് ഇത്. ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഭരണഘടന അനുസരിച്ച് ഗവർണറുടെ ഇഷ്ടപ്രകാരം ഒരു പരിപാടി തീരുമാനിക്കാൻ ഔദ്യോഗിക വസതിയിൽ എന്താണ് ആ വസതിയിൽ ഇത്തരം ചിത്രങ്ങൾ വെക്കുന്നതിൽ നിലവിൽ യാതൊരു തെറ്റുമില്ല ഞാൻ മനസ്സിലാക്കി. തെറ്റാണെങ്കിൽ ഔദ്യോഗിക വസതിയിൽ നാളെ വേണമെങ്കിൽ ഗൗതത്തിന്റെയോ എന്റെയോ ഫോട്ടോ കൊണ്ട് വെക്കാം. രതീഷ് ചക്രവാളിയുടെ ഫോട്ടോ ഒക്കെ പോട്ടെ, ഗൗതത്തിന് വെക്കാം. രതീഷ് ചക്രവാളിയുടെ ഫേസുള്ള ഒരു ഫോട്ടോ കൊണ്ട് എന്നിട്ട് ഗവർണർ പറയാണ് ഇതിൽ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് പറയാം. ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊന്നും ആരും ഒരു മര്യാദകളും ചെയ്യില്ല. എല്ലാം ഇങ്ങനെ എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെക്കാൻ പറ്റില്ല. നിങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ മേശപ്പുറത്ത് കാലുകയറ്റി വെക്കരുതൊന്നും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഒരു മുഖ്യമന്ത്രിയും അത് എന്ത് ചെയ്യാറില്ല. ഇവിടെ കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, ഇവിടെ കൃത്യമായിട്ടും ഗവർണർ കീഴ്വഴക്കങ്ങളെ തിരുത്തി എഴുതുകയാണ്. എന്താ സംശയം? മനസ്സിലായല്ലോ. അല്ല, കീഴ്വഴക്കങ്ങളെ ഗവർണർ തിരുത്തി എഴുതുകയാണ്. ഗവർണർ എന്ന് പറയുന്ന വളരെ പരിമിതമായ അധികാരങ്ങളുള്ള ആ കീഴ്വഴക്കങ്ങളെ തിരുത്തി എഴുതുന്നതിൽ ഇന്ന് സംസ്ഥാനത്ത് അദ്ദേഹത്തിന് കയ്യടി കിട്ടുന്നുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന്. നിരവധിയായിട്ടുള്ള ഭാഗത്തു നിന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഒരു BJP നേതാവാണോ BJP ഇപ്പം പ്രസാദിന്റെ വീട്ടിന്റെ മുമ്പിൽ പോയിട്ട് പ്രതിഷേധം നടത്തുകയാണ് ഭാരതാംബയെ വെച്ചിട്ട്. ഈ നാട്ടില് അങ്ങനെയാണെങ്കിൽ PFIക്കാർ പ്രതിഷേധം നടത്തുന്നത് ഇതിനേക്കാൾ എത്രയോ വലിയ റാലിയാണ് ആലപ്പുഴയിൽ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എത്രയോ ഗംഭീരമായ റാലി. അത് തെറ്റാണ്, താങ്കൾ അത് പറഞ്ഞത് തെറ്റാണ്. PFIയും ഭാരതാംബയും താങ്കൾ കമ്പയർ ചെയ്തത് അല്ല, അത് തെറ്റാണ്. താങ്കൾ വളച്ചൊടിച്ചുകൊണ്ട് എനിക്ക് ഭയപ്പെടുമെന്ന് താങ്കൾ വിചാരിക്കരുത്. അല്ല, ഞാൻ കൈ വെച്ചാൽ താങ്കള് ഒരു മിനിറ്റ്
മിനിറ്റ് ഇപ്പം പറഞ്ഞെന്താ താങ്കൾ പി പ്രസാദിന്റെ മുമ്പിൽ പ്രകടനം നടത്തിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ പ്രകടനം നടത്തുന്നത് ഇന്ത്യയുടെ ഒരു സിമ്പിളിനെ ഒരു കൾച്ചർ അംഗീകരിക്കാൻ എന്തിനാണ് മടി പ്രകടനം നടത്തുന്നത്? ഞാൻ ആ പ്രകടനത്തെ അനുകൂലിക്കുന്നില്ല, എതിർക്കുന്നില്ല. പറയട്ടെ, പക്ഷെ അതിനാണ് ഇവിടെ പ്രകടനം. ഞാനൊരു താങ്കളോട് പറയുന്ന ഒരു കാര്യം, താങ്കൾ പറഞ്ഞ ഒരൊറ്റ വാചകത്തിനാണ് ഞാൻ തിരിച്ച് പി എഫ് ഐയുടെ കാര്യം പറഞ്ഞത്. എന്നിട്ട് കുറെ ആളുകൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് ചോദിച്ചു. കുറെ ആളുകൾ, പിന്നെ കുറച്ച് ആളുകൾ. അല്ല, താങ്കൾ എന്തിനെ ഭയക്കുന്നത്? ധൈര്യത്തോടെ ഒരു മിനിറ്റ് ഒരു കാര്യം എനിക്കിവിടെ അല്ല, താങ്കൾ എതിർക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. താങ്കൾ എന്നോട് ചോദ്യമാണല്ലോ ചോദിച്ചത്. ചോദ്യം ചോദിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എന്റെ വാക്കുകൾ താങ്കൾ ട്വിസ്റ്റ് ചെയ്യരുത്. താങ്കൾ ചോദിച്ചു പറഞ്ഞേ ഗവർണറെ ജനങ്ങൾ അനുകൂലിക്കുകയാണെന്ന് താങ്കൾ ആദ്യം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ജനങ്ങൾ എവിടെയാണ് അനുകൂലിക്കുന്നത്? വലിയൊരു ശതമാനം ജനങ്ങൾ. വലിയൊരു ശതമാനം എത്ര ശതമാനം ഉദ്ദേശിക്കുന്നത്? നിരവധിയായിട്ടുള്ള ആളുകൾ. വലിയൊരു ശതമാനം നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു നിലപാടിനെ, CPM-നെ പിന്തള്ളുന്ന നിരവധിയായിട്ടുള്ള BJP-ക്കാരെ കാണാൻ പറ്റും. അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ രൂപപ്പെടുന്നില്ല. ഒന്ന് വലിയൊരു ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? താങ്കൾക്ക് എത്ര ശതമാനമാണ് വലുത്? 20 ആണോ, 30 ആണോ, 50 ആണോ, 60 ആണോ, 70 ആണോ? എത്ര ശതമാനം വലുത്? ഗവർണറുടെ ഈ നിലപാടിനെയും പി പ്രസാദിന്റെ നിലപാടിനെ എതിർത്തും കൊണ്ട് നിരവധിയായിട്ടുള്ള ജനങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി താങ്കൾക്ക് അതാണ് ഉദ്ദേശിച്ചത് പറഞ്ഞല്ലോ. ഒന്ന് ഞാൻ PFI യുടെ റാലി നടത്തിയതല്ലേ എന്ന് ചോദിച്ചത് വളരെ കൃത്യമായി ഞാൻ പറയുന്നു. താങ്കൾ പറഞ്ഞു കുറച്ച് ആളുകൾ, വളരെ കുറച്ച് ആളുകൾ, കേരളത്തിലെ മുഴുവൻ ആളുകളൊന്നും ഉണ്ടായില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. 3.5 കോടിയൊന്നും ഉണ്ടായില്ല. ഒരു 10-15 ആളുകൾ പി പ്രസാദിന്റെ വീടിന് മുമ്പിൽ പ്രകടനം നടത്തി. അത് ചേർത്തലയിലെ BJP-ക്കാരാണ്. ചേർത്തലയിലെ BJP-ക്കാർ പ്രകടനം നടത്തിയപ്പോൾ കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ റാലിയാണ് PFI നടത്തിയെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലാതെ ഭാരതാംബയെയും ഞാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്തില്ല. എൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. എനിക്ക് നാളെ എന്നോട് വിളിച്ചിട്ട് ഗവർണർ പി പ്രസാദിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൃഷിമന്ത്രിയെ വിളിച്ചിട്ടോ ശിവൻകുട്ടിയെ വിളിച്ചിട്ടോ ആരെങ്കിലും വിളിച്ചിട്ട് ഞാൻ വരക്കുന്ന ഭാരതാംബയാണ് ഈ ഭാരതാംബ, അതിനെ നിങ്ങൾ ഭാരതാംബയായി കാണണം എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യമില്ല. നാളെ ഗൗതം കൃഷ്ണക്ക് വേണമെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും പടം വരച്ചു വെക്കാം, വേണമെങ്കിൽ ഗൗതം കൃഷ്ണയുടെ ആരെവിടെ വേണമെങ്കിലും പടം വരച്ചു വെക്കാം, എന്നിട്ട് ഇത് ഭാരതാംബയായിട്ട് ചിത്രീകരിക്കാം. പക്ഷെ ഒരു പ്രശ്നം, അങ്ങനെ ഭാരതാംബയൊന്നും ഇനി തമാശ ഒരു കാര്യം അങ്ങേക്ക് പറയാം. കൃത്യമായിട്ട് ഇത് RSS എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനോടുള്ള വിരോധം, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കുന്നു, അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഭാരതാംബയെ അംഗീകരിക്കാൻ മടി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അതാണ് കറക്റ്റ്. അതാണല്ലോ പ്രസാദ് പറഞ്ഞത്. ഇത് RSSന്റെ ഭാരതാംബയാണ്. ഈ ഭാരതാംബയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ ഭാരതാംബയുടെ കയ്യിൽ നിങ്ങൾ RSSന്റെ കൊടിയെടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്യൂ? ഒരു ദേശീയ പതാക കൊടുക്കൂ, ഞങ്ങൾ വരാം എന്നാണ് പി പ്രസാദ് പറഞ്ഞത്. ഒന്ന്, പിന്നെ RSSനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും അവരോട് ഞങ്ങൾ എതിരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും പി പ്രസാദ് വീണ്ടും പറയണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം CPIയും CPM-ഉം കോൺഗ്രസും ഒക്കെ തന്നെ ഡയറക്റ്റായി നമ്മളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളത് അതാണ്. പിന്നെ ഞാൻ ചോദിക്കുന്ന വളരെ ലളിതമായ ചോദ്യത്തിന് ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ ഒരു ഉത്തരം തരൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ്, അത് ആർലേക്കർ ആയിക്കോട്ടെ, X ആയിക്കോട്ടെ, Y ആയിക്കോട്ടെ, അയാൾ നാളെ ഒരു ഭാരതാംബ വരക്കുന്നു. എന്നിട്ട് ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയോടും ബാക്കിയുള്ള ആളുകളോടും വന്നിട്ട് പറയുന്നു ഇവിടെ വന്ന് ഇതിന്മേ പുഷ്പവൃഷ്ടി നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നിലവിൽ ഇന്ന് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെടുന്ന നിരവധി സ്ഥലത്ത് പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു ഭാരതാംബ താങ്കൾക്ക് നല്ല പരിചയമുണ്ട്. താങ്കൾക്ക് പരിചിതമായിരിക്കും. കാരണം താങ്കൾ പോകുന്ന നിരവധി സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ടാവും. ഞാൻ സത്യസന്ധമായി പറയുന്നു, ഞാൻ പോകുന്ന ഒരു സ്ഥലത്തും ഈ പ്രേക്ഷകരൊക്കെ കണ്ടു അവരും കൂടി പോകുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു ഭാരതാംബയെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പല ആളുകളടക്കം ടാഗോർ അടക്കം പല ആളുകളും വരച്ചിട്ടുള്ള ഭാരതാംബയുണ്ട്. ആ ഭാരതാംബയിൽ ഏറ്റവും നേരത്തെ ഉണ്ടായിരുന്ന ഭാരതാംബകളൊന്നും ഇതുപോലെയല്ല. ഈ പറയുന്ന ഭഗവത് ധ്വജമൊന്നും ഈ പറയുന്ന പഴയ ഭാരതാംബയിലില്ല. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത്, ഇത് ഇന്ത്യയാണ്, ഇത് കിങ് ജോയിന്റെ കൊറിയ അല്ല. താങ്കളോ താങ്കളുടെ ആളുകളോ താങ്കൾ ആ രീതിയിൽ
ചാപ്പ കുത്തുന്ന രീതിയിൽ സംസാരിക്കരുത്. നാളെ പിണറായി വിജയൻ ഗവർണറുടെ സ്ഥാനത്ത് വന്നിരുന്നിട്ട് പിണറായി വിജയൻ ഒരു അരിവാൾ ചുറ്റികയുള്ള ഒരു ഭാരതാംബ അതിലേക്ക് വന്നു ഒരു മിനിറ്റ്. ഭാരതാംബയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. ഭാരതാംബയുടെ കയ്യിൽ ഒരു അരിവാൾ ചുറ്റിക അല്ല, ഭാരതാംബയുടെ കയ്യിൽ ഞാൻ പറഞ്ഞിട്ട് ഭാരതാംബയുടെ കയ്യിൽ ഒരു ചുവന്ന കൊടിയും അതേ കൊടിയിൽ ഒരു അരിവാൾ ചുറ്റുകയും ഇനി അല്ലെങ്കിൽ SFIയുടെ PM മാർഷോയുടെ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്ന കൊടിയും വെച്ചിട്ട് എല്ലാവരും കൂടി വന്ന് അതിൽ പുഷ്പവൃഷ്ടി നടത്താൻ പറയരുത്. ഒരു വിരോധവും ഞങ്ങൾക്കില്ല. ഗൗതവും അതുപോലെ വിശ്വനാഥ് ആർലേക്കറും മുഹമ്മദ് ആരിഫ് ഹുസൈനും അതുപോലെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ BJPയുടെ എല്ലാ RSSന്റെ ശാഖകളിലും എവിടെ വേണമെങ്കിലും നിങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്തോളൂ, പുഷ്പവൃഷ്ടിയോ പൂജയോ കർമ്മമോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ അതിന് കേരളത്തിലെ ഈ പറഞ്ഞ പോലെ CPIയുടെ മന്ത്രിയും അതുപോലെ V ശിവൻകുട്ടിയും കൂടി വന്ന് വണങ്ങണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാരതാംബയുണ്ട്, ഞങ്ങളുടെ മനസ്സിലൊരു ഭാരതാംബയുണ്ട്, ആ ഭാരതാംബയെ ഞങ്ങൾ എന്ത് ചെയ്തോളാം, സ്നേഹിച്ചോളാം. അതിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും RSS വിരോധമുള്ളത് കൊണ്ട് ഈ ഭാരതാംബയെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ അത് പറയുന്നതിന് താങ്കൾ പറഞ്ഞു കഴിയട്ടെ. താങ്കൾ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് ഈ ഭാരതാംബ എന്ന് പറയുന്നത് RSS ശാഖയിൽ കാണുന്ന ഭാരതാംബയാണ്, അല്ലെങ്കിൽ RSSന്റെ പല പരിപാടികളിൽ അവരുപയോഗിക്കുന്ന ഒരു ഭാരതാംബയാണ്, അതുകൊണ്ട് ആ ഭാരതാംബയെ അംഗീകരിക്കാൻ മടിയാണ്. അപ്പൊ എന്താണത്? അത് മാത്രമല്ല RSS എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ മടിയാണ്, അതുകൊണ്ട് അംഗീകരിക്കാൻ RSSന്റെ രാഷ്ട്രീയമല്ല, ഇനി ഞാൻ പിന്തുടരുന്ന ഒരു രാഷ്ട്രീയമാണെങ്കിൽ പോലും, അതാണ് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പിന്തുടരുന്ന എനിക്ക് ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയമാണെങ്കിൽ പോലും, നാളെ കോൺഗ്രസ് ആണെന്ന് വിചാരിക്കും, എനിക്ക് ഇഷ്ടമാണ് കോൺഗ്രസിനെന്ന് വിചാരിക്കും, പക്ഷെ കോൺഗ്രസിന്റെ ഒരു ഗവർണർ അവിടെ വന്നിരിക്കുമ്പോൾ മറ്റേ കൈപ്പത്തി ഉള്ള ഒരു കൊടിയോ അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നം വരച്ചു വെച്ചിട്ടുള്ള ഒരു ഭാരതാംബയോ വരച്ചിട്ട് മറ്റൊരു രാഷ്ട്രീയക്കാരനോട്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരോട്, ഇതിനെ എതിർക്കുന്നവരോട് നിങ്ങൾ ഈ ഭാരതാംബയെ നമുക്ക് പൂവിട്ട് പൂജിക്കാം എന്ന് പറയുന്നത് വളരെ സങ്കുചിതമായ ബോധത്തിന്റെ പുറത്ത് നിന്നാണ്. ഒന്നാമത്തെ കാര്യം, ഇത് പരിസ്ഥിതി ദിനത്തിനാണ്, പരിസ്ഥിതി ദിനമായിരുന്നു, ആ പരിസ്ഥിതി ദിനത്തിനാണ് ഈ പിസ്റ്റർ വെച്ചിട്ടുള്ള ഈ പരിപാടി നടക്കുന്നത്. അതിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ രൂപത്തെയാണ്, സ്ത്രീയെ ഒരു ഭൂമി മാതാവായിട്ടാണ് കാണുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള പല വലിയ സന്ദേശങ്ങളും അത്തരത്തിലുള്ള പല വലിയ സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചിത്രത്തെ ഇത്തരം രീതിയിൽ കേവലമായ രാഷ്ട്രീയ സങ്കുചിത ബോധത്തിലേക്ക് വഴിപ്പെടുത്തുന്നത് തെറ്റാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. നിങ്ങളൊരു ഗവർണർ പോസ്റ്റിലിരുന്ന് നിങ്ങൾ അവിടെ ഏറ്റവും ആദ്യം തന്നെ P പ്രസാദിന്റെ ഓഫീസിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന ആദ്യം പ്രാർത്ഥന, അതിനുശേഷം ആദ്യം ഈ പറഞ്ഞ പോലെ ജനഗണമന ആദ്യം ദേശീയ ഗാനം ആലപിക്കുന്നു, പിന്നെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന വേണ്ട, പകരം നമുക്ക് ഞാൻ വരച്ച ഒരു താമര വെച്ചാൽ സംഖ്യയാവും. താമര വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്ഭവനും അതോടൊപ്പം തന്നെ ഈ കൃഷിഭവനും തമ്മിൽ ചർച്ചയുണ്ടായി. ഈ കാവിക്കൊടി മാറ്റാമെന്നുള്ളൊരു ധാരണയായി. കാവിക്കൊടിക്ക് പകരം ദേശീയ പതാക വെക്കാമെന്നായി. ദേശീയ പതാക വെക്കുമ്പോൾ അതിന്റെ അടിയിൽ താമരയുണ്ട്, ആ താമരയും കൂടി മാറ്റണമെന്നായി. താമരയൊന്നും മാറ്റാൻ പറ്റില്ല, ദേശീയ പതാക വെക്കാം. അപ്പൊ ഇത്തരത്തിലായി. പിന്നീടാണ് ഇതിൽ നിന്ന് മന്ത്രിയൊക്കെ മാറുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ താമരയെ എതിർക്കേണ്ട ആവശ്യം എന്താ? താമര എന്ന് പറയുന്നത് BJPയുടെ മാത്രം ബിംബമാണോ? അരിവാൾ ചുറ്റിക എതിർക്കേണ്ട ആവശ്യം അല്ല. താമരയെ ഒരു 30 സെക്കൻഡ് വളരെ ലളിതമായ ചോദ്യം കഴിഞ്ഞിട്ട് ചോദിച്ചോ, ഈ എന്റെ ഉത്തരം കഴിഞ്ഞിട്ട് ചോദിച്ചോ. വളരെ ലളിതമായ ചോദ്യം ചോദിക്കുന്നു. ഈ ഒരു ആദ്യം നമ്മുടെ ദേശീയ ഗാനം, അത് കഴിഞ്ഞ് പ്രാർത്ഥന, അത് കഴിഞ്ഞ് ഈ ചടങ്ങ് നടത്തിയാൽ എന്താണ് കുഴപ്പം? എന്തിനാണ് നമ്മൾ ഒരു പടത്തിന്റെ മുമ്പിൽ ഈ പുഷ്പവൃഷ്ടി നടത്തുന്നത്? അതായത് ഭാരതാംബയെ അംഗീകരിക്കുന്നത്, ഭാരതാംബയെ പൂജിക്കുന്നത് നിങ്ങളുടെ ഭാരതാംബ അല്ല, ഭാരതാംബ. ഓക്കെ. അപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് ശരി, ഭാരതാംബയെ പൂജിക്കൂ, പകരം വേറെ പിക്ചർ വെക്കൂ. അതേ പറഞ്ഞുള്ളൂ. അല്ല, ലളിതമാണ്. പിന്നെ ഭാരതാംബ ഇനി ഇനി നിങ്ങളുടെ ഭാരതാംബയെ നിങ്ങൾ പൂജിക്കുന്നതിനും തെറ്റില്ല,
പക്ഷെ നിങ്ങളത് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് പുഷ്പവൃഷ്ടി നടത്തി പൂജിച്ചോളാം. അല്ലാതെ ഗൗതത്തിന്റെ ഭാരതാംബയെ എന്നോടൊന്ന് പൂജിക്കാൻ പറയരുത്. അല്ല, ഈ ഇതിന്റെ ഏറ്റവും ആദ്യം മൂലരൂപം ഉണ്ടായ ഭാരതാംബയുണ്ട് വരച്ചിരുന്നത്. അത് 1905 വരച്ചതെന്ന് ആളെ പേര് ഞാൻ മറന്നുപോയി. എന്താണ് അതിൽ റെപ്രസെന്റ് ചെയ്യുന്ന സ്ത്രീക്ക് ദേവിയുടെ 4 കൈകളും, ആ 4 കൈകളിൽ ഒരു കയ്യിൽ രുദ്രാക്ഷവും ഒരു കയ്യിൽ എന്താണ് ഈ വേറെ മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഭാരതാംബയാണ്. ആ ഭാരതാംബ എന്താണ് കാവി നിറമുള്ള വസ്ത്രം ആ ഭാരതാംബയെ വെച്ചോട്ടെ. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഈ ഭാരതാംബ താങ്കൾ പറഞ്ഞാണ് അതിന്റെ കാര്യം. രാഷ്ട്രീയ സങ്കുചിത്വം കൊണ്ട് ഇരിക്കുന്ന ഭരണഘടനാ പദവിയുടെ വലിപ്പം മനസ്സിലാക്കാതെ സ്വന്തം രാഷ്ട്രീയം ഒരു ചിത്രത്തിലേക്ക് ഒരു ഈ പറയുന്ന പോലെ സിമ്പലായി തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത് അങ്ങേറ്റം ഖേദകരമാണ്. ഇവിടെ പ്രാർത്ഥന നടത്തി, ഇവിടെ ജനഗണമന നടത്തി, പ്രാർത്ഥന നടത്തി, അതിനുശേഷം എന്ത് ചെയ്യുന്നുള്ളൂ? നിങ്ങൾ ഈ പരിപാടി നടത്തേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷെ രാജേന്ദ്ര ആർലേക്കർ വന്നേക്കണത് അതിനല്ല. രാജേന്ദ്ര ആർലേക്കർ വന്നേക്കണത് വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള സിമ്പലുകളിലൂടെ ഈ പറയുന്ന പോലെ ജനങ്ങളുടെ മനസ്സിലേക്ക് RSS കടത്തിവിടാൻ നോക്കുന്ന ഞാൻ എന്റെ നിലപാടുകൾ പറയാണ്. ഈ ഭാരതാംബ ഏതെങ്കിലും ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഭാരത് മാതാ കി ജയ്, ഭാരതാംബ വിജയിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. അല്ല, ഭാരത് മാതാ കി ജയ്, ഭാരതാംബ വിജയിക്കട്ടെ എന്ന് താങ്കൾ പറഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള ഭാരതാംബയെ ഞാൻ ഈ ചിത്രത്തിൽ ഉൾക്കൊള്ളുന്ന ഭാരതാംബയെ ഞാൻ തിരിച്ചു പറഞ്ഞോട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും തന്നെ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ആരെങ്കിലും ഒരാൾ ഒരു ഗവർണറായി എന്നുള്ളതുകൊണ്ട് പുള്ളി തലേദിവസം രാത്രി നിന്ന് വരക്കുന്ന, അല്ലെങ്കിൽ ആരാണ് വരച്ചതെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭാരതാംബയുടെ ചിത്രം എടുത്തു വെച്ച് അതിലേക്ക് പൂവിട്ട് പൂജിക്കാൻ വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയും മസിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം സങ്കുചിത്വമാണ്. എനിക്ക് പറയാനുള്ളത് വളരെ ലളിതമാണ്. വിശ്വനാഥ് ആർലേക്കർക്കും ഗൗതം കൃഷ്ണക്കും ഇതിനെ പൂജിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ഞാൻ തടയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. ഒരൊറ്റ കാര്യം, പക്ഷെ ഗവർണറുടെ ഔദ്യോഗിക വസതിയിൽ ഇത് വെക്കുകയും അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വന്ന് ഇത് പൂവിട്ട് പൂജിച്ചിട്ട് മാത്രമേ ഒരു പരിസ്ഥിതി ആഘോഷം നടക്കൂ എന്ന് പറയുന്നത് എത്രത്തോളം വിചിത്രമായ ഒരു കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ത്യ അത്ര അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അവസാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. താങ്കൾ പറഞ്ഞുകൂടി, താങ്കൾ RSS എന്ന് പറയുന്ന അവരുപയോഗിക്കുന്ന ഒരു ചിത്രമാണ്, അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്നാണ് താങ്കൾ. അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്നും ഭരണഘടനാപരമായിട്ട് ഈ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളതാണ് താങ്കളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതെ. അപ്പൊ തീർച്ചയായിട്ടും ഭാരതാംബയെ അംഗീകരിക്കപ്പെടുക തന്നെയാണ് വേണ്ടത്. ഭാരതാംബയെ പൂജിക്കപ്പെടുക തന്നെയാണ് വേണ്ടത്. ഈ ചിത്രത്തിന് പകരം മറ്റൊരു ചിത്രം ആയിക്കോട്ടെ എന്നാണ് ഈ ഒരു ചിത്രത്തിന് പകരം മറ്റൊരു ചിത്രം ആയിക്കോട്ടെ. പറഞ്ഞില്ല. RSSന് പകരം നാളെ അവിടെ CPMന്റെ ആള് വന്നിരുന്നാലും, മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി വന്നിരുന്നാലും, ഇനി കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ വന്നിരുന്ന് ഭാരതാംബയുടെ മുഖത്തിന് ഇന്ദിരാഗാന്ധിയുടെ ഫേസ് കൊടുത്താലും ഞാൻ എതിർക്കും. കാരണം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പദ്ധതി താങ്കളുടെ പ്രശ്നം ചിത്രമാണ്. രണ്ടാമതൊരു കാര്യം, അതുപോലും ആവശ്യമില്ലെന്ന് ഞാൻ പറയാം. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പദ്ധതി ഇതിനിടയിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ രതീഷ് ചക്രപാണി എല്ലാ കാലത്തും അതിനെ എടുത്തുകൊണ്ടിരിക്കും. അത് RSS ആയതുകൊണ്ടല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ആയതുകൊണ്ട് മാത്രമല്ല, നാളെ കോൺഗ്രസ് ചെയ്താലും നമ്മൾ എതിർക്കും. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് നിലപാട്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അവരവരുടെ വീട്ടിൽ വെച്ച് പുഷ്പവൃഷ്ടി നടത്താനോ പൂജിക്കാനോ മണിയടിക്കാനോ ഉള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ അത് ഭരണഘടനാപരമായി മറ്റുള്ളവരൊരുത്തൻ്റെ പുറത്ത് അടിച്ചേൽപ്പിക്കാനുള്ള കാര്യമൊന്നും ഇല്ല. ഇനി നാളെ ഭാരതാംബയുടെ വേറൊരു ഫോട്ടോ വെച്ചാലും ആ ഫോട്ടോയിലേക്ക് നിങ്ങൾ വന്ന് എന്ത് ചെയ്യണം, പൂജിക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ഒരു ആവശ്യം ഒരു ഗവർണർക്കില്ല. നമ്മുടെ വ്യവസ്ഥ എന്തായാലും ഭാരതാംബ എന്ന് പറയുന്നത് ഇന്ത്യയെ മൊത്തത്തില് യൂണിഫൈ ചെയ്യുന്ന ഒരു സിമ്പലാണ്. ആ സിമ്പലിൽ എന്തെങ്കിലും വലിയ ഈ പറയുന്ന രീതിയിലുള്ള ഒരു മഹാ അപരാധം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. അല്ല, മഹാപരാധം ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് പി പ്രസാദിനെയോ നാളെ രതീഷ് ചക്രപാണിയോ വിളിച്ച് പൂജിച്ചേ തീരൂ, പൂജിക്കാതെ ഞങ്ങൾ വിടില്ല എന്ന് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇത്ര വാശി പിടിച്ചത്. ആ ഫോട്ടോ ഒന്ന് അയച്ചു തരൂ എന്ന് പി പ്രസാദിന്റെ ഓഫീസ് അയച്ചു കൊടുത്തപ്പോഴാണ് പി പ്രസാദിന്റെ അപകടം മനസ്സിലാക്കിയത്. അപ്പൊ ഫോട്ടോ മാറ്റണം എന്ന് പറഞ്ഞു. പിന്നെ താങ്കൾ പറഞ്ഞ ചില വിവരങ്ങൾ എനിക്ക് ഭയങ്കര അതിശയോക്തിപരമായി തോന്നി. കാരണം ഈ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ജേർണലിസ്റ്റ് എന്നുള്ളതൊക്കെ ഞാൻ അതിനെ എതിർക്കുന്നില്ല താങ്കൾ. കാരണം എന്താ വെച്ചാൽ
സംബന്ധിച്ച് താങ്കൾക്ക് മാത്രം കിട്ടിയ ചില ഇൻഫർമേഷൻസ് താങ്കൾ പറഞ്ഞു. അതായത് ഇവർ തമ്മിൽ ചർച്ച ചെയ്തു, ദേശീയ പതാക വെക്കാന്ന് പറഞ്ഞു. അത്ര കാര്യം ഇന്നത്തെ പ്രധാന പത്രത്തിൽ വന്ന കാര്യമാണ്, മനോരമയിൽ വന്ന കാര്യമാണ്. വെരി ഗുഡ്. മനോരമയിൽ എന്താ വന്നേക്കണം പറഞ്ഞു. ഈ കാര്യം ഞാൻ ഈ കാര്യം പറഞ്ഞ കാര്യം മനോരമയിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ മനോരമ ആരാ അതിന്റെ റിപ്പോർട്ടർ ആയിരുന്നു? ഞാൻ ശ്രദ്ധിച്ചില്ല. അത് കാര്യം അതുകൊണ്ട് ഈ മനോരമക്ക് മാത്രവും പിന്നെ ഗൗതം കൃഷ്ണക്ക് മാത്രവും എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് ഞാൻ മതിക്കുന്നു. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇതിന്റെ പിന്നിൽ ഇത്രത്തോളം വാശി പിടിക്കേണ്ട ഒരു കാര്യവും ഗവർണർക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞത്, ഇതുകൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്ന RSS നാണ്. ഇത് ഒന്നാമത്തെ കാര്യം, സങ്കുചിതപരമായിട്ടുള്ള രാഷ്ട്രീയ ആരുടെ വിശ്വനാഥ് ആർലേക്കർ എല്ലാവരുടെയും ഞാൻ പറയും. അതെ, ഭാരതാംബയുടെ പേരിൽ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്ന അതൊക്കെ മറ്റെന്താണ്, താടി കൊണ്ട് വേലിയിട്ടാണ്, അത് കണ്ണിൽ പൊടിയിടലാണ്. സങ്കുചിതമാണ്. ഭാരതാംബ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഐക്കണാണ് എല്ലാവരെയും. പക്ഷെ അത് നിങ്ങൾ വരച്ചിട്ട് അതാണെന്ന് ഒന്നിപ്പിക്കുന്ന ശരിയല്ലേ? പക്ഷെ അത് നിങ്ങൾ വരച്ചിട്ട് അതാണെന്ന് പറയുന്നത്. ചിത്രമല്ലേ താങ്കളുടെ പ്രശ്നം? നിങ്ങൾ വരച്ചിട്ട് അതാന്ന് പറയുന്നത്. ചിത്രമാണ് താങ്കളുടെ പ്രശ്നം. മറ്റൊരു ചിത്രം, അത്ര ചിത്രം എന്ത്, മറ്റൊരു ചിത്രം വരട്ടെ. ഏതാ മറ്റൊരു ചിത്രം? കുഴപ്പമില്ല, മറ്റൊരു ചിത്രം വരട്ടെ. ചിത്രങ്ങൾ ഇനി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാരതാംബയുടെ ചിത്രം പുറത്തിറങ്ങട്ടെ. അതെ അതെ, തീർച്ചയായിട്ടും. ഓരോ ഭാരതാംബ അംഗീകരിക്കും. ഓരോ ഗവർണർ വരുമ്പോഴും എന്ത് ചെയ്യട്ടെ, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും എന്ത് ചെയ്യണം, മറ്റേ രൂപസാദൃശ്യമുള്ള ഭാരതാംബകൾ വരട്ടെ.